ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ കാണുന്ന സമയം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. അപ്പം ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബേസിക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി. പക്ഷേ ഒരുപാട് കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ഡെബിറ്റ് ബാലൻസിനെ കുറിച്ച്, ക്രെഡിറ്റ് ബാലൻസിനെ കുറിച്ച്, പിന്നെ ഒരു സാധനം, ഒരു കമ്പോണൻറ്റ് ഏത് സൈഡാണ് എടുക്കേണ്ടത്, അങ്ങനത്തെ കുറേ ഡൗട്ട്സൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ചാനൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്നും ഈ ചാനലിൽ നിങ്ങൾ കാണാത്തത്, ഞാൻ ഈ ചാനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ് എൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് തുടങ്ങിയതല്ല. പക്ഷേ വെൻ ഐ സ്റ്റാർട്ടഡ് പീപ്പിൾ കെപ്റ്റ് കമ്മിങ് ഇൻ. അപ്പം കുട്ടികളൊക്കെ കാണാൻ തുടങ്ങി. ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് പറയുന്നതും എനിക്കൊരു പോസിറ്റിവിറ്റിയാണ്. സോ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയും കൂടി ഇതിലേക്ക് FAയിലേക്ക് ഇടാമെന്നുള്ളത്. ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, ഇത് നോക്കുക. എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൾറെഡി അവർക്കൊക്കെ അറിയുന്ന ടോപ്പിക്കാണിത്. ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇതിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അഥവാ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഒരു 5 to 6 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. FA ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. 11th 12th CBSE അക്കൗണ്ട്സ് എടുത്തായിരുന്നു. അതിനുശേഷം 3 കൊല്ലമായിട്ട് ACCയുടെ FA എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ AAയും FRും SBR ഒക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സബ്ജക്ട്സ്. ദുബായിലും പിന്നെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട്, പിന്നെ കണ്ണൂർ കുറച്ച് ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ഇതുവരെ പറയാനുള്ളത്, ഈ ഒരു സംഭവത്തിനല്ല ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി കുട്ടികളൊക്കെ കാണാൻ തുടങ്ങി. അതിന് ശേഷം തീരുമാനിച്ചതാണ്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. വളരെ ചെറിയ ടോപ്പിക്കാണ്, ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഇവിടെ നമ്മൾ FA പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ക്രൂഷ്യലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ കമ്പണൻറ്റും നമ്മൾ എവിടേക്കാണ് ഇടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് സയൻസ് പഠിച്ച കുട്ടികളായാലും കൊമേഴ്സ് പഠിച്ച കുട്ടികളായാലും ഇവർക്ക് രണ്ടുപേർക്കും ഒരു പുതിയ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ കൊമേഴ്സ് പഠിച്ചതാണ്, ഡബിൾ എൻട്രി ഒക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. കാരണം എന്താണ്, ഡബിൾ എൻട്രി പൊതുവേ ഉള്ള ട്രഡീഷണൽ റൂളല്ല ഇത്. നിങ്ങൾ ട്രഡീഷണലി പഠിക്കുക, ഡെബിറ്റ് ബോർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് ബോർഡ് ഗോസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളാണ്. സോ ACCA ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ FA അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ട്രഡീഷണൽ ജേർണലൈസിങ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി ട്രഡീഷണൽ ബുക്ക് കീപ്പിംഗ് കംപ്ലീറ്റ്ലി മറന്നോളാം. എന്നിട്ട് പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡാണ് ഈ മെത്തേഡ്. ഈ മെത്തേഡിനെ മോഡേൺ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, 2 ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾ മോഡേൺ മെത്തേഡിൽ പഠിപ്പിക്കുക, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പണൻസ് ഇങ്ങനെയാണ്, മറ്റേ ഗ്രൂപ്പ് ഓഫ് കമ്പണൻസ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് 2 ഗ്രൂപ്പായി മാറ്റി. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1ൽ നമുക്കുള്ളത് AEL, അതായത് അസറ്റ് എക്സ്പെൻസസ് ലോസസ്. ഓക്കെ, ഗ്രൂപ്പ് 1ലുള്ളത് എന്താണ്, അസറ്റ് എക്സ്പെൻസ് ലോസസ്. ഓക്കെ, ഗ്രൂപ്പ് 2ലാണെങ്കിലോ ക്ലിപ്പ് എന്ന് പറയും ഷോർട്ട് ഫോം ആയിട്ട്, ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം, പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ക്ലിപ്പ് എന്താണ്, ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രൂപ്പ് 1ലുള്ള അസറ്റ്, എക്സ്പെൻസ്, ലോസസ് ഇതൊക്കെ നമ്മൾക്ക് ഇൻകർ ചെയ്യുന്നതിന് എന്ത് ചെയ്യും, അതൊക്കെ കൂടും അല്ലേ. അപ്പോൾ കൂടുമ്പോൾ എന്ത് ചെയ്യുക, അത് ഡെബിറ്റ് ചെയ്യാം. ഇനി ഈ 3 കാര്യങ്ങൾ കുറയുവാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുമ്പം ഡെബിറ്റ്, കുറയുമ്പം ക്രെഡിറ്റ് ആണ് ഗ്രൂപ്പ് 1ൻ്റെ റൂള്. ഇനി ഈ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ നേച്ചർ ഡെബിറ്റ് ബാലൻസ് ആണ്. അതായത് നമ്മൾക്ക് അത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഡെബിറ്റ് സൈഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ അറിയാമല്ലോ, ടോട്ടൽ ചെയ്യുക, ബിഗ് മൈനസ് സ്മോൾ, ടോട്ടലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക, അത് സ്മോളർ സൈഡിൽ നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതേ സാധനം നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്യും ഓപ്പോസിറ്റ് സൈഡ്. അതിനാണ് എന്ത് പറയുന്നത്, ബാലൻസ് ബ്രോഡ് ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പം
ഗ്രൂപ്പ് 1ൻ്റെ ബൈ നേച്ചർ ബാലൻസ് എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് ബ്രോഡ് ഫോർവേഡ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. ഇനി എക്സെപ്ഷണൽ കേസസിൽ എക്സ്പെൻസിനും പിന്നെ ബാങ്ക് അക്കൗണ്ട്സിന് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ക്രെഡിറ്റ് ബാലൻസിൽ തന്നെ കാണിക്കുക. അതങ്ങനെയായിരിക്കും. ബാങ്ക് ഓവർ ഡ്രോൺ ആണെങ്കിൽ എപ്പോഴും എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അല്ലാതെ ബാങ്കിൻ്റെ ഡിഫോൾട്ട് ബാലൻസ് എപ്പോഴും എന്താണ്? ഡെബിറ്റാണ്. ഇനി അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2 ആണ്. ഗ്രൂപ്പ് 2ൽ നമുക്കുള്ളത് ക്ലിപ്പാണ്. ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം ആൻഡ് പ്രോഫിറ്റ് കൂടുമ്പോൾ എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇത് കുറയുവാണെങ്കിലോ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, കൂടുമ്പം ക്രെഡിറ്റ്, കുറയുമ്പം ഡെബിറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബൈ നേച്ചർ നമുക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസാണ് കിട്ടുക. അതായത് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ക്രെഡിറ്റ് സൈഡായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം നിങ്ങളൊരു AELൻ്റെ ഏതൊരു അക്കൗണ്ടും ആക്കുവാണെങ്കിൽ, സപ്പോസ് ഇത് ഏതും ആയിക്കോട്ടെ, AEL ഏതും ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടുന്നതൊക്കെ ഈ സൈഡ് എഴുതും, കുറയുന്നതൊക്കെ എന്ത് ചെയ്യും? ഈ സൈഡ് എഴുതും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് ക്ലിപ്പിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ട് ആണെങ്കിൽ കൂടുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് കൊണ്ടു കൊടുക്കും, കുറയുന്നതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് സൈഡ് കൊണ്ടു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ജേർണൽ എൻട്രീസ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലെഡ്ജറിലോട്ട് ഫില്ല് ചെയ്യാൻ പറ്റും എമൗണ്ട്സും അതിൻ്റെ കണ്ടൻസും ഒക്കെ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.